യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോളെ ദാ വെള്ളം കുടിക്ക്. മോനെ ശബരി വാ. അനു ചേച്ചി കരയില്ലേ ചേച്ചി? അനു നീ കരയില്ലേ? രാവിലെ സിസ്റ്റർ വഴക്കിട്ടത് എന്തിനാന്ന് അറിയാലോ? നീ ഇവിടെ ഇരുന്ന് കരഞ്ഞാ എല്ലാവരും പുറത്തു പോകേണ്ടി വരും. കരയല്ലേ മോളെ, കരയല്ലേ? വിഷമിക്കല്ലേ ചേച്ചി, കരയല്ലേ? ശബരി, ഇന്ദ്രന് വല്ലാത്ത വിഷമായി ശബരി. ഇതുവരെ ഇവൻ ഒരു ആഹാരം കഴിച്ചിട്ടില്ല. എന്തേ ആനന്ദേട്ടാ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. സഹിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? അനുവാണെങ്കിലും വെറും വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇവൻ എന്തെങ്കിലും കഴിച്ചാലല്ലേ അവളും കഴിക്കുള്ളൂ. ഇന്ദ്രേട്ടാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി പലതും കഴിച്ചിട്ട് വരാം. അനു ചേച്ചിക്ക് ഇങ്ങോട്ട് വാങ്ങിക്കാം. എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ശബരി. എന്ന് പറഞ്ഞാലേ എങ്ങനെ എന്തിരാ? ആഹാരം കഴിക്കാതിരുന്ന നിനക്കും വല്ല അസുഖം വരും. അതെ ഇന്ദ്രേട്ടാ, അനു ചേച്ചി ഓർത്തെങ്കിലും ഇന്ദ്രേട്ടൻ വന്ന് എന്തെങ്കിലും കഴിക്കി പ്ലീസ്. വാ ഇന്ദ്ര, അനുവിന്റെ അടുത്ത് പമ്പിളിയും ദയ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. വാ ഇന്ദ്ര വാ. അനു ചേച്ചിക്ക് എന്താ കഴിക്കാൻ വാങ്ങിക്കണ്ടേ? അനുവിന് രഘുവേട്ടൻ വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരും. ഇന്ദ്രൻ എന്തെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പോവാ, നീ സമാധാനായിട്ടിരിക്കും. വാ ഇന്ദ്ര വാ. ഇന്ദ്രേട്ടാ, ദാ മോളെ ചേച്ചി കുറച്ചുകൂടെ കുടിക്ക്. കുടിക്ക് ചേച്ചി. ആന്റി, ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോവാ. ആന്റി വരുന്നോ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. എന്നാ കഴിക്കാൻ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വാങ്ങിക്കാം. ആന്റിക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്കിപ്പോ ഒന്നും വേണ്ട ശബരി, വിശപ്പില്ല. കുടിക്കാൻ കാപ്പിയോ ചായയോ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും? ഒന്നും വേണ്ട, നീ ചോദിച്ചല്ലോ അത് മതി. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ തന്നെ കാണും. ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വരൂ സർ, അകത്തേക്ക് വരൂ. അല്ല, രവി ഇവിടെ ഇല്ലേ? ഞാൻ അയാളെ കാണാനാ വന്നത്. ഏതായാലും സാർ അകത്തേക്ക് വരൂ. മുറ്റത്ത് നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. വാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഹർഷേ, നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. നീ ആ രവി ഒന്ന് വിളിക്കും. എനിക്ക് അയാളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രവിയേട്ടൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കേ. എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എന്നോട് തന്നെ പറഞ്ഞു. ഞാൻ രവിയേട്ടൻ വരുമ്പോ പറയാം. പറയാനുള്ളത് രവിയോട് തന്നെ, പക്ഷേ അതെന്താണെന്ന് ഹർഷയോട് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. എന്താ കാര്യം? പണ്ട് നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ദ്രനെ ഞാനൊന്ന് താക്കീത് ചെയ്തതാ. അതോടെ അവൻ പിന്മാറി.
ഇപ്പൊ വീണ്ടും നീ സുശീലയും കൂടി പുതിയ റൂട്ട് തുടങ്ങിയത് ഞാൻ അറിഞ്ഞു. അത് നിന്റെ ഹസ്ബൻഡിന്റെ സമ്മതത്തോടു കൂടിയാണെന്ന് അറിയാനാ ഞാൻ വന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? പുതിയ റൂട്ട് തുടങ്ങിയെന്നോ? തൽക്കാലം എനിക്കതിന്റെ കാര്യമില്ല. പിന്നെ ഇന്ദ്രനുമായിട്ടുള്ള ബന്ധം തുടരാൻ സുശീല ആന്റിയെ ഇടനില നിർത്തേണ്ട കാര്യവും എനിക്കില്ല. അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ കാണുന്നതോ? ആഹാ, എനിക്ക് ആളുകളെ കാണാൻ പാടില്ലേ? അല്ലെങ്കിലും അങ്ങനെ കണ്ട അത് സാറിനെ ബോധ്യപ്പെടുത്തണോ? അതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യമല്ലേ സാർ? സാർ ആരെ കാണുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ ഞാൻ വരുന്നില്ലല്ലോ. പിന്നെന്തിനാ സാർ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? അങ്ങനെയാണെങ്കിൽ എന്റെ സ്വഭാവം മോശമാണെന്ന് തന്നെ കുട്ടിക്കോ. ഇനി ഒരിക്കൽ കൂടി ഹർഷ അനുവിന്റെ ജീവിതത്തിൽ വിലങ്ങുതടിയായിട്ട് നിന്നാൽ പിന്നെ വരാൻ പോകുന്നത് നീ ചിന്തിക്കുന്നതിനേക്കാളും വളരെ വലുതായിരിക്കും. സാർ പേടിപ്പിക്കാണോ? സാറിന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാ സാർ ചെയ്തു. പിന്നെ രവിയിൽ ആവശ്യമില്ലാത്ത സംശയങ്ങൾ കുത്തിവെച്ചാ തകരാൻ പോകുന്നത് ഇന്ദ്രന്റെ കുടുംബജീവിതമായിരിക്കും. അത് സാറ് മറക്കണ്ട. ആരെ ഉപദ്രവിക്കണമെന്ന ചിന്ത തൽക്കാലം എനിക്കില്ല സാർ. ഇനി അഥവാ അങ്ങനെ വേണമെന്നാണെങ്കിൽ ഞാനും അതിന് ശ്രമിക്കാം കേട്ടോ. ഹർഷ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ നടക്കും നോക്കാലോ. എന്താടി നീ എന്നെ ഭീഷണിപ്പെടുത്തണോ? ഏയ് അല്ല സാർ, ഞാൻ എന്റെ ജീവിതവുമായി ഒതുങ്ങി കഴിയുമല്ലേ. നിങ്ങളല്ലേ ഇങ്ങോട്ട് വന്നേ? എന്നെ ഉപദ്രവിച്ച് എന്റെ ജീവിതം തകർക്കാൻ നോക്കിയാ എനിക്ക് പ്രതികരിച്ചല്ലേ പറ്റൂ. നിന്റെ ജീവിതം നോക്കി നീ മുന്നോട്ട് പോയേ പറ്റൂ. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. ശരി, സാറിന്റെ ഉപദേശം ഞാൻ മാനിക്കുന്നു. പിന്നെ ചായ കുടിക്കുന്നില്ലെങ്കിൽ സാർ ചെന്നാട്ടെ, എനിക്കേ കുറച്ച് തിരക്കുണ്ട്. നിനക്കുള്ള മറുപടി എന്താന്ന് എനിക്കറിയാം. നോക്കിയിരുന്നോ നീ? ശരി. ഗുഡ് മോർണിംഗ്. അപ്പൊ ശരി, ഓക്കെ, ബൈ. ബൈ. വിനിത ഞാൻ തമ്മിൽ ഇഷ്ടത്തിലാ. എനിക്ക് തോന്നി. എങ്ങനെ? വേറൊരു ഫ്രണ്ട് ആണെങ്കിൽ വഴി കൊണ്ടുവിടേണ്ട കാര്യമില്ലല്ലോ. ഓഫീസിന്റെ മുന്നിൽ വിടില്ലേ? അതൊരു വലിയ പ്രശ്നമുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം വീട്ടുകാർ സമ്മതിക്കില്ല. വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഓഫീസിൽ അച്ഛനെ ഏട്ടനെയും പരിചയമുള്ള 1-2 പേരുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കണ്ടതുപോലെ അവരെങ്ങാനും കണ്ടിരുന്നെങ്കിലോ? അറിയില്ല. എന്തായാലും ഞാൻ വിനീതിനെ മാത്രമേ കല്യാണം കഴിക്കൂ. അത് ഉടനെ നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. എങ്ങനെ? രജിസ്റ്റർ മാരേജ്. എനിക്ക് ചെലങ്കയുടെ ഹെൽപ്പ് വേണ്ടിവരും. ഞങ്ങളൊന്ന് സഹായിക്കണം. സോറി നീതു, ഈ കാര്യത്തില് എന്റെ ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. ഇതെന്താ ചിലങ്ക ഇങ്ങനെ എടുത്തടിച്ച പോലെ സംസാരിക്കുന്നത്? ഞങ്ങളുടെ സഹായത്തിന് ചെലങ്ക ഉണ്ടാവുന്ന ഞാൻ ഓർത്തത്. നീതു അങ്ങനെ കരുതിയത് എന്റെ തെറ്റല്ലല്ലോ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അമ്മ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? മുറി കയറിയിരുന്നൂടെ? ഓ, അവിടെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ ഞാനൊരു അധികപ്പറ്റായിട്ട് അവർക്ക് തോന്നണ്ട.